ഈ രണ്ട് വേർഡ്സും കേൾക്കാത്തവരായി ആരും തന്നെ കാണില്ല. മേ, മൈറ്റ്. ഇതിൽ തന്നെ മേ എന്ന വേർഡ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന സെന്റൻസ് മേ ഐ കം ഇൻ എന്നാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഈ സെന്റൻസ് നമുക്ക് കാണാപ്പാടാണ്. അന്ന് മേന്റെ യൂസ് അറിഞ്ഞിട്ടല്ല ആ സെന്റൻസ് യൂസ് ചെയ്തിരുന്നത്. ക്ലാസ്സിൽ കയറണമെങ്കിൽ ടീച്ചറിന്റെ അടുത്ത് പെർമിഷൻ ചോദിക്കണം. പെർമിഷൻ ചോദിക്കാൻ മേ ഐ കം ഇൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മേ, മൈറ്റ് ഈ വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ്. ആദ്യമേ പറഞ്ഞു മേ യൂസ് ചെയ്യുന്നത് പെർമിഷൻ ചോദിക്കാനാണെന്നല്ലേ. ഇനി സാധ്യതയെ കുറിച്ച്, പോസിബിലിറ്റിയെ കുറിച്ച് പറയാൻ മേ യൂസ് ചെയ്യാം. മേ മാത്രമല്ല മൈറ്റും യൂസ് ചെയ്യാം. ഒരേ കാര്യത്തിന് രണ്ട് വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ അവ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് കാണും അല്ലേ. ആ ഡിഫറൻസ് എന്താണെന്ന് ആദ്യം നോക്കാം. വ്യത്യാസം പറയാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സെന്റൻസ് പറയാം. നാളെ മഴ പെയ്തേക്കാം. നാളെ മഴ പെയ്തേക്കാം ഒരു സാധ്യതയാണ് അല്ലേ മലയാളത്തിൽ നമ്മൾ പറയുന്നത്. മഴ ചിലപ്പോ പെയ്യാം, ചിലപ്പോ പെയ്യാതെ ഇരിക്കാം. എങ്ങനെ എഴുതാം നമുക്ക്? ഇറ്റ് മേ റെയിൻ. ഇറ്റ് മേ റെയിൻ ടുമോറോ. നാളെ മഴ പെയ്തേക്കാം. ഇനി ഇതേ കാര്യം നമുക്ക് മൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് പറയാം. എങ്ങനെ പറയാം? ഇറ്റ് മൈറ്റ് റെയിൻ ടുമോറോ. ഇറ്റ് മൈറ്റ് റെയിൻ ടുമോറോ. ഒരേ കാര്യം തന്നെയാണ് നമ്മളിവിടെ മേ, മൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ സാധ്യത മാത്രമാണ് പറഞ്ഞത്. നമുക്ക് ഉറപ്പില്ല, നാളെ ചിലപ്പോ മഴ പെയ്തേക്കാം. ആ സാധ്യതയിൽ തന്നെ നടക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് മേ യൂസ് ചെയ്യാം. വളരെ കുറച്ച് സാധ്യത മാത്രമുള്ളൂ എങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മേ അല്ല മൈറ്റ് ആണ്. ഞാൻ ഒന്നുകൂടി പറയാം. സാധ്യത അല്ലെങ്കിൽ പോസിബിലിറ്റിയെ കുറിച്ച് പറയാനാണ് നമ്മൾ മേ അല്ലെങ്കിൽ മൈറ്റ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നടക്കാൻ സാധ്യത കൂടുതലാണെങ്കിൽ അവിടെ നമുക്ക് മേ യൂസ് ചെയ്യാം. നടക്കാൻ തീരെ സാധ്യത കുറവാണെങ്കിൽ അവിടെ നമുക്ക് മൈറ്റ് യൂസ് ചെയ്യാം. ഡിഫറൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു സെന്റൻസ് നോക്കാം. അവൾ പാർട്ടിയിൽ പങ്കെടുത്തേക്കാം. അവൾ പാർട്ടിയിൽ പങ്കെടുത്തേക്കാം. നമുക്ക് ഉറപ്പൊന്നുമില്ല, സാധ്യത മാത്രമേ ഉള്ളൂ. ചിലപ്പോ വരാം, ചിലപ്പോ വരാതിരിക്കാം. അപ്പൊ നമുക്ക് എഴുതാം ഷീ മേ അറ്റൻഡ് ദ പാർട്ടി. ഇനി തീരെ സാധ്യത കുറവാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എഴുതാം ഷീ മൈറ്റ് അറ്റൻഡ് ദ പാർട്ടി. അറ്റൻഡ് ദ പാർട്ടി. ഷീ മൈറ്റ് അറ്റൻഡ് ദ പാർട്ടി. അപ്പൊ രണ്ട് സെന്റൻസും ഒരേ കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഷീ മേ അറ്റൻഡ് ദ പാർട്ടി, ഷീ മൈറ്റ് അറ്റൻഡ് ദ പാർട്ടി. മേ എന്ന് പറയുമ്പോൾ അവള് വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ മൈറ്റ് യൂസ് ചെയ്ത് പറയുമ്പോൾ ആ പാർട്ടിയിൽ അവൾ പങ്കെടുക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. ട്രാഫിക് കാരണം അവൻ വൈകിയേക്കാം. ട്രാഫിക് കാരണം അവൻ വൈകിയേക്കാം. അപ്പൊ ഒരു സാധ്യത മാത്രമാണ് നമ്മൾ പറയണത് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ഹി മേ ബി ലേറ്റ്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ട്രാഫിക്. ഇപ്പൊ നമുക്ക് തീരെ ഉറപ്പില്ല ട്രാഫിക് കാരണം അവൻ വൈകിയേക്കാം എന്നുള്ള കാര്യത്തില്. അപ്പൊ നമ്മൾ എഴുതുന്നത് ഹി മൈറ്റ് ബി ലേറ്റ് ഡ്യൂ ടു ട്രാഫിക്. He might be late due to traffic. He may be late due to traffic. അവൾ ചിലപ്പോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തേക്കാം. അവൾ ചിലപ്പോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തേക്കാം. നമുക്ക് ഉറപ്പൊന്നുമില്ല, സാധ്യത മാത്രമേ ഉള്ളൂ. അപ്പോ she may be waiting. She may be waiting at the station. She may be waiting at the station. അത് തന്നെ നമുക്ക് തീരെ ഉറപ്പില്ല എങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്
ഷീ മൈറ്റ് ബി എന്നാണ്. ഷീ മൈറ്റ് ബി വെയിറ്റിംഗ് അറ്റ് ദ സ്റ്റേഷൻ. ഇപ്പൊ ഡിഫറൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് സാധ്യത മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ നമുക്ക് മൈറ്റ് യൂസ് ചെയ്യാം. ഇനി നടക്കാൻ സാധ്യത കൂടുതലാണെങ്കിൽ അവിടെ നമുക്ക് മേ യൂസ് ചെയ്യാം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ പെർമിഷൻ ചോദിക്കാൻ നമുക്ക് മേ അല്ലെങ്കിൽ മൈറ്റ് യൂസ് ചെയ്യാം. മേ യൂസ് ചെയ്യുമ്പോൾ മേ കുറച്ച് പൊളൈറ്റ് ആണ്. പൊളൈറ്റ് മാത്രമല്ല ഫോർമൽ കൂടിയാണ്. പെർമിഷൻ ചോദിക്കുമ്പോൾ മേ പൊളൈറ്റ് ആണ്, മാത്രമല്ല ഫോർമലുമാണ്. ഇനി മൈറ്റ് യൂസ് ചെയ്തുകൊണ്ടും പെർമിഷൻ ചോദിക്കാം. എന്നാൽ മേനെ അപേക്ഷിച്ച് മൈറ്റ് ലെസ് ഫോർമൽ ആണ്. മേനെ അപേക്ഷിച്ച് മൈറ്റ് ലെസ് ഫോർമൽ ആണ്. സെന്റൻസ് നോക്കിയേ. മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ. മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ. പെർമിഷൻ ചോദിക്കുകയാണ് അല്ലെ. ഇതേ സെന്റൻസ് നമുക്ക് മൈറ്റ് യൂസ് ചെയ്തുകൊണ്ടും ചോദിക്കാം. മൈറ്റ് ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ. മൈറ്റ് ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ. ഡിഫറൻസ് എന്താണ്? മേ കുറച്ച് പൊളൈറ്റ് ആണ്, മാത്രവുമല്ല ഫോർമൽ ആണ്. മേനെ അപേക്ഷിച്ച് മൈറ്റ് ലെസ് ഫോർമൽ ആണ്. അടുത്തൊരു സെന്റൻസ് കൂടി നോക്കാം. മേ ഐ borrow your book. May I borrow your book. അതേ സെന്റൻസ് നമുക്ക് മൈറ്റ് യൂസ് ചെയ്യാം. മൈറ്റ് ഐ borrow your book. എന്താണ് വ്യത്യാസം? മേ യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കുമ്പോൾ ആ സെന്റൻസ് കുറച്ച് ഫോർമലായി മാറും. എന്നാൽ മൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കുമ്പോൾ അവിടെ മേയുടെ അത്ര ഫോർമൽ ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്. മേ മൈറ്റ് ഇത്തരം ഡിഫറൻസ് കൂടുതലായും ശ്രദ്ധിക്കേണ്ടത് ഇത് യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ്. നമ്മൾ സംസാരിക്കുന്നത് ഒരു ബിസിനസ് മീറ്റിംഗിലോ ഒഫീഷ്യൽ ഈവെന്റിലോ ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് മേ ആണ്. എന്നാൽ ഫാമിലി, ഫ്രണ്ട്സ് ഇവർക്കിടയിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് മൈറ്റ് യൂസ് ചെയ്യാം. ഇപ്പോ ഈ വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.